എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിപ്റ്റോ ബേസിക് കോഴ്സിന്റെ 6 വീഡിയോ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഏഴാമത്തെ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നത് ഗ്ലോബൽ എക്സ്ചേഞ്ച് ആയിരിക്കുമെന്ന്. പക്ഷേ അല്ല. ഓൾറെഡി ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ഞാൻ പറഞ്ഞു. ഇനി ഗ്ലോബൽ എക്സ്ചേഞ്ചിലേക്ക് വരും മുമ്പേ, കാരണം നമുക്കിനി പ്രാക്ടിക്കലിലോട്ട് പോകുമ്പോൾ കുറച്ച് തിയറീസ് ഉണ്ട്. അതും കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് റെഡി ആയിട്ട് ലൈവായിട്ട് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങളും ഈ പറയുന്ന മൂവ് ചെയ്യുന്ന കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കാം. സോ അത് ഞാൻ അപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ടേംസ് പറഞ്ഞു പോകും. അപ്പോൾ ആ ടേംസ് നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. സോ നമുക്ക് ബിറ്റ്കോയിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സോ ബിറ്റ്കോയിൻ്റെ ടൈം ലൈനിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. എനിക്ക് എന്തുകൊണ്ടാണ് ബിറ്റ്കോയിനിൽ ഇത്ര കോൺഫിഡൻസ്, ഞാൻ എന്തുകൊണ്ട് ക്രിപ്റ്റോയിൽ നിൽക്കുന്നു, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഈ ബിറ്റ്കോയിൻ്റെ ടൈം ലൈൻ കണ്ടതും അല്ലെങ്കിൽ ആ ടൈം ലൈനിനെ കുറിച്ച് പഠിച്ചതുമാണ്. അതോടൊപ്പം ബിറ്റ്കോയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്ന പേരാണ് ഓൾട്ട് കോയിൻസ്. അതായത് ബിറ്റ്കോയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് നമ്മൾ പറയപ്പെടുന്നു. സോ അതിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് വരുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ പ്രോജക്ട്സ് ഓർ കോയിൻസ് ഓർ ടോക്കൺസിനെ എല്ലാം നമ്മൾ ചേർത്ത് വിളിക്കുന്ന ഒറ്റ പേരാണ് ഓൾട്ട് കോയിൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് കോയിൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തീരിയം തന്നെയാണ്. സോ ബിറ്റ്കോയിൻ കഴിഞ്ഞിട്ട് ക്രിപ്റ്റോ ഫീൽഡിൽ അല്ലെങ്കിൽ ടോട്ടൽ ക്രിപ്റ്റോ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നതും എത്തീരിയം തന്നെയാണ്. എത്തീരിയം ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ക്രിപ്റ്റോ ഫീൽഡിലെ പല കാര്യങ്ങളും പോസിബിൾ ആവുന്ന കാര്യങ്ങളല്ല. സോ എത്തീരിയത്തിന് എന്തുകൊണ്ട് അത്ര മഹത്വം, അല്ലെങ്കിൽ എന്താണ് എത്തീരിയം എന്ന് നമുക്ക് അറിയണമെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എത്തീരിയം ആണ്. അപ്പോൾ ബിറ്റ്കോയിൻ നമ്മുടെ കറൻസിയെ ഡീസെൻട്രലൈസ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ട് കറൻസിയെ ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ് ചെയ്തു. അപ്പോൾ ബിറ്റ്കോയിൻ കറൻസി ഡീസെൻട്രലൈസ് ചെയ്തപ്പോൾ കുറച്ച് പേര്, അതായത് കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരാളുടെ മൈൻഡിലാണ് ഇത് തോന്നിയത്. എന്തുകൊണ്ട് നമ്മുടെ റിയൽ വേൾഡിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ബ്ലോക്ക് ചെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൂടാ അല്ലെങ്കിൽ ലിങ്ക് ചെയ്തുകൂടാന്ന്. സോ അങ്ങനെ ഒരു 19 വയസ്സുകാരൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മൾ ഇന്ന് കാണുന്ന എതീരിയം എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ്. വിറ്റാലിക് എന്ന് പറയുന്ന ആ ഒരു 19 വയസ്സുകാരൻ പയ്യൻ, ആ ഒരു പയ്യൻ ആദ്യം ഒരു പ്ലാൻ അവതരിപ്പിച്ചു. ആ ഒരു പ്ലാനിനൊപ്പം 3-4 പേരും കൂടെ ചേർന്നപ്പോൾ, 3-4 പേരെന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുള്ള മറ്റ് വലിയ ക്രിപ്റ്റോ പ്രോജക്റ്റിൻ്റെ വ്യക്തികളും കൂടെ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വലിയൊരു പ്രോജക്റ്റാണ് എത്തീരിയം എന്ന് പറയുന്നത്. സോ റിയൽ വേൾഡ് യൂസ് കേസസിനെ ബ്ലോക്ക് ചെയിനുമായിട്ട് ലിങ്ക് ചെയ്തു. അതാണ് എത്തീരിയം ചെയ്ത ഏറ്റവും വലിയ പോസിറ്റീവ് കാര്യം. 2013 എത്തീരിയം എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത്. ഫസ്റ്റ് ബിറ്റ്കോയിൻ ആണ് വന്നത്. സോ ബിറ്റ്കോയിൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് അധികം പ്രോജക്റ്റ് ബിറ്റ്കോയിൻ്റെ തന്നെ ബ്ലോക്ക് ചെയിനിൽ വേറെ പല കോയിൻസും വന്നു. അതായത് എതീരിയം അല്ല ആദ്യത്തെ ഓൾട്ട് കോയിൻ, ലൈറ്റ് കോയിൻ വന്നു, ബിറ്റ്കോയിൻ ക്യാഷ് വന്നു, അതേപോലത്തെ പല പല പ്രോജക്റ്റുകൾ വന്നു. അതിനൊക്കെ ശേഷമാണ് ഒരു പുതിയൊരു ബ്ലോക്ക് ചെയിനെ ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന എതീരിയം മാർക്കറ്റിലേക്ക് വന്നത്. എതീരിയം എന്ന് പറയുന്നത് പ്രൊജക്റ്റിൻ്റെ പേരാണ്, നോട്ട് എ ടോക്കൺ. എതീരിയം എന്ന് പറയുന്ന ആ പ്രൊജക്റ്റിൻ്റെ അകത്തുള്ള ടോക്കണിൻ്റെ പേരാണ് എത്തർ. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് എത്തർ എന്ന് പറയുന്ന ടോക്കണാണ്. ETHER എന്ന് പറയുന്ന ടോക്കണാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ ടോക്കണിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് $3000 അടുപ്പിച്ച് വരും. സോ $3500 വരെ പോയി കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ. എന്നിട്ട് ഇപ്പോൾ വീണ്ടും അത് തിരിച്ച് 2500 3000 ഇടയിൽ നിൽക്കുന്നു. ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് $4500 ആണ്. ഞാൻ വെറും 7500 രൂപയ്ക്ക് കണ്ട ഒരു പ്രോജക്റ്റ് കൂടിയാണ്. അന്നൊരു 10 എണ്ണം വാങ്ങിക്കാൻ എനിക്ക് പൈസ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. കാരണം എന്താ, നമ്മൾ മലയാളികളെല്ലാം അങ്ങനെയാണല്ലോ. എല്ലാം ആദ്യം വിമർശിച്ചിട്ട് കൊടുക്കുക, ലാസ്റ്റ് എല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇരുന്ന് കരയുന്ന ഒരു ടൈപ്പ്. സോ അങ്ങനെ കയ്യിൽ നിന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എത്തീരിയത്തിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് ഒന്നുമല്ല. എങ്ങനെ പോയാലും ഒരു 8K 9K ഈ ഒരു ബുൾ റൺ വരുന്ന സമയത്ത് എങ്ങനെ പോയാലും അത് കടക്കും. പിന്നെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റിലേക്ക് പോകും. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആരെയും പ്രേരിപ്പിക്കുന്നതല്ല വാങ്ങിക്കാൻ. സോ ഇതിൻ്റെ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എത്തീരിയത്തിൻ്റെ ലോഞ്ചിങ് പ്രൈസ്, അതായത് നമുക്കിവിടെ ICO എന്ന് പറയുന്നൊരു ഇതുണ്ട്. ICO എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന് പറയും. അതായത് മാർക്കറ്റിലേക്ക് വരുന്ന മുമ്പേ ഫണ്ടിങ് സ്വീകരിക്കുന്ന ഒരു മെത്തേഡ്. ഇത്രയും മാത്രം ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ICOയിൽ വന്ന എത്തീരിയത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $0.3-0.4 ആയിരുന്നു ഒരു കോയിന്. ഇന്ന് $3500 ഉള്ള ആ ഒരു കോയിന് ICOയിൽ 2013 വന്നപ്പോൾ 0.3 ഓർ 0.4. 0.3 എന്ന് പറയുമ്പോൾ ഒരു 25 രൂപ ഇപ്പോഴത്തെ വാല്യൂവിൽ വരും. സോ 25 രൂപ ഇപ്പോഴത്തെ വാല്യൂവിലാണ് ഒരു എത്തീരിയം 2013 വിറ്റത്. സോ ഇന്ന് നിൽക്കുന്നത് അറൗണ്ട് 2.5 ലക്ഷം 3 ലക്ഷം രൂപയ്ക്കാണ് ഇന്ന് ഒരു എത്തീരിയം അല്ലെങ്കിൽ ഒരു എത്തർ എന്ന് പറയുന്ന ടോക്കണിൻ്റെ വാല്യൂ. സോ ഞാൻ ആദ്യമേ പറഞ്ഞു, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കോഡിംഗ് വഴി ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ വിർച്വൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നോളജിയാണ്. സോ ആ കോഡിങ്ങിൽ നമുക്ക് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. ഓരോ കോഡിംഗ് ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ്
ഓരോ പ്രോഗ്രാംസ് എല്ലാം കോഡിങ്ങിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായ ഒരു കോഡിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ജസ്റ്റ് പൈസ മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഒരു കോഡിംഗ് ലാംഗ്വേജ്. ആ ഒരു കോഡിംഗ് ലാംഗ്വേജിന്റെ പേരാണ് ട്യൂറിംഗ് ഇൻകംപ്ലീറ്റ്. സോ അതാണ് ആ ഒരു കോഡിംഗ് ലാംഗ്വേജിന്റെ പേര്. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എത്തീരിയം എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്കും ഈ സിമ്പിൾ ലാംഗ്വേജ് കൊണ്ട് എതീരത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എതീരത്തിൻ്റെ ഐഡിയ എന്ന് പറയുമ്പോൾ റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ബ്ലോക്ക് ചെയിനിലേക്ക് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് ഈ സിമ്പിൾ കോഡിംഗ് ലാംഗ്വേജ് വെച്ച് പറ്റത്തില്ല. സോ അവർ പുതിയൊരു കോഡിംഗ് ലാംഗ്വേജിനെ അവർ ഡെവലപ്പ് ചെയ്തു. ആ കോഡിംഗ് ലാംഗ്വേജിൻ്റെ പേരാണ് സോളിഡിറ്റി. സോ എതീരിയം എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ ആ ഒരു കോഡിംഗ് ലാംഗ്വേജ് ആണ് സോളിഡിറ്റി. ആ കോഡിംഗ് ലാംഗ്വേജ് കാരണമാണ് എതീരിയം ഇത്രയും വലിയ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറാൻ തന്നെ കാരണം. മെയിൻ റീസൺ തന്നെ നല്ല സെക്യൂരിറ്റി വേണം. പിന്നെ ഒരു സ്ട്രോങ് നെറ്റ്വർക്ക് വേണം. അതായത് ബിറ്റ്കോയിനെ അപേക്ഷിച്ച് കുറെ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സെക്യൂരിറ്റി ഈ ഒരു ബ്ലോക്ക് ചെയിനിന് വേണം. അതോടൊപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്കും കൂടെ വേണം. ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് അവർ ഈ ഒരു പുതിയൊരു ലാംഗ്വേജ് ആയ സോളിഡിറ്റി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന പ്രൊജക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്ന മുമ്പേ സതോഷി നാക്കമോട്ടോ ഒരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്തു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. വൈറ്റ് പേപ്പർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പേ അതിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കി അത് മാർക്കറ്റിലേക്ക് കൊടുക്കും. അതായത് നമ്മുടെ പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഈ പ്രോജക്റ്റിൽ ഇന്ന ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെ നടപ്പിലാക്കും. ഇത്ര ടോക്കൺ ടോട്ടലി കാണും. ഇത്ര സപ്ലൈ റിലീസാവും. എന്നത് ലിസ്റ്റ് ചെയ്യും. ഏതൊക്കെ എക്സ്ചേഞ്ചിൽ കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫൗണ്ടേഴ്സ് അങ്ങനെ ഇങ്ങനെ ആ പ്രോജക്റ്റുമായിട്ടുള്ള ഏകദേശം ഒരു രൂപരേഖ ആദ്യമേ തയ്യാറാക്കും. ആ രൂപരേഖ എന്നിട്ട് നമുക്ക് തരും. കാരണം ഫണ്ടിങ് അവർക്ക് സ്വീകരിക്കണമല്ലോ. ഈ ഒരു പ്രോജക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫണ്ട് വാങ്ങിച്ചിട്ടാണ് ഇത് സ്വീകരിക്കുന്നത്. അപ്പം ഈ തുടക്കത്തിൽ ബിറ്റ്കോയിൻ്റെ വൈറ്റ് പേപ്പർ വന്നപ്പോൾ അവിടെ പറഞ്ഞിരുന്ന കാര്യം പിയർ ടു പിയർ ഇലക്ട്രോണിക് ക്യാഷ് സിസ്റ്റം എന്ന രീതിയിലാണ് ബിറ്റ്കോയിൻ്റെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ എതീരത്തിൻ്റെ വൈറ്റ് പേപ്പറിൽ ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടാണ് എതീരത്തിൻ്റെ വൈറ്റ് പേപ്പറിൽ അവർ ഈ ബ്ലോക്ക് ചെയിനിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ഡീസെൻട്രലൈസ്ഡ് ആപ്സ്. സോ അങ്ങനെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പ്ലാറ്റ്ഫോം ഫോർ റണ്ണിങ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡി ആപ്സ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിലൂടെയാണ് അവർ വന്നിട്ടുള്ളത്. അപ്പോൾ എതീരത്തിനെ മറ്റ് ബ്ലോക്ക് ചെയിനുകളിൽ നിന്നും മാറ്റി നിർത്തിയ അല്ലെങ്കിൽ വ്യത്യസ്തമാക്കി നിർത്തിയ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫീച്ചറാണ് സ്മാർട്ട് കോൺട്രാക്ട്. രണ്ടാമത്തെ ഫീച്ചറാണ് ഡി ആപ്പ് ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ഫീച്ചറാണ് ERC20 ടോക്കൺസ്. നാലാമത്തെ ഫീച്ചറാണ് NFT. അഞ്ചാമത്തെ ഫീച്ചറാണ് പ്രൂഫ് ഓഫ് സ്റ്റേക്കിംഗ്. അതായത് സ്റ്റേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു 5 ഫീച്ചർ. സോ ഈ 5 ഫീച്ചറാണ് എതീരത്തിനെ മറ്റ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിനിൽ നിന്നും 2013 മാറ്റി നിർത്തിയത്. പ്രൂഫ് ഓഫ് സ്റ്റേക്കിംഗ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് വന്നത്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും എതീരിയം ആദ്യമേ കൊണ്ടുവന്നിരുന്നു. സോ ഇത്രയും ഒരു അഡാപ്റ്റേഷൻ ആ ഒരു ബ്ലോക്ക് ചെയിനിൽ നടക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൊത്തം ബ്ലോക്ക് ചെയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നു. പുതിയ പുതിയ അഡാപ്റ്റേഷൻ ഓരോ ബ്ലോക്ക് ചെയിനും കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ പുതിയ അപ്ഗ്രേഡ് ആണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ. അതായത് എത്തീരിയം എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ വന്ന സമയത്ത് ഇപ്പോൾ ബിറ്റ്കോയിൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു 10 മിനിറ്റ് എടുക്കും ബിറ്റ്കോയിൻ്റെ ഒരു ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാൻ. അതായത് ഒരു മൈനർ ഒരു ട്രാൻസാക്ഷൻ കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് പ്രൂഫ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് 10 മിനിറ്റ് എടുക്കും. അതായത് ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷൻ കുറച്ച് സ്ലോ ആയിരുന്നു. അതായത് ട്രാൻസാക്ഷൻ സ്പീഡ് അതായത് ഒരു ബ്ലോക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കുറച്ച് സ്ലോ ആയിരുന്നു. എന്നാൽ എതീരിയം ബിറ്റ്കോയിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വന്നു. സോ ബ്ലോക്ക് ചെയിൻ പല പല കാറ്റഗറി വരുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ, സെക്കൻഡ് ജനറേഷൻ അങ്ങനെ. അതായത് ഓരോ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് മറ്റൊരെണ്ണം വരും. അതായത് നമ്മളിപ്പോൾ ഫോൺ എടുത്ത് നോക്കുക. നമ്മളിപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ആദ്യം യൂസ് ചെയ്യുന്ന ഫോൺ ആയിരിക്കില്ലല്ലോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൻ്റെ തന്നെ വേർഷൻ നമ്മൾ ഈ പറയുന്ന ജെല്ലി ബീന്, കിക്കാറ്റ് തുടങ്ങി ഇപ്പോൾ 11, 13, 14, 15, 16 എന്നൊക്കെ പറഞ്ഞ് പല പല അപ്ഡേറ്റ് വന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഓരോ ബ്ലോക്ക് ചെയിൻസും ഓരോ പുതിയ പുതിയ ലെവലിലേക്ക് മാറുന്നത്. അപ്പോൾ ഓരോ പുതിയ ബ്ലോക്ക് ചെയിൻ വരുമ്പോഴത്തേക്കും പഴയ ബ്ലോക്ക് ചെയിനിന് പറ്റാത്ത കാര്യങ്ങൾ ഇതിൽ കുറച്ച് കൂടുതലാക്കും. അതായത് ഒന്ന് ഈ ട്രാൻസാക്ഷൻ വരും, അല്ലെങ്കിൽ ഡേറ്റയുടെ സ്റ്റോറേജ് വരും, അല്ലെങ്കിൽ സെക്യൂരിറ്റി വരും, അല്ലെങ്കിൽ നോട്ട്സ് കണക്ട് ചെയ്യുന്ന ലെവലിലേക്ക് മാറും, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേക്കിംഗ് മെത്തേഡ് കൂടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഓരോരോ പുതിയ ബ്ലോക്ക് ചെയിനിൽ അഡാപ്റ്റ് ആയിട്ട് മാറി മാറി വരുന്നത്. അങ്ങനെ പല പല ബ്ലോക്ക് ചെയിൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തത് എത്തീരിയം ആണ്. സോ എത്തീരിയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിനിൽ നിന്ന് എത്തീരിയത്തിൻ്റെ വ്യത്യാസമായ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എത്തീരിയത്തിൻ്റെ ട്രാൻസാക്ഷൻ 17 TPS ആണ്. അതായത് ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് എത്തീരിയത്തിൻ്റെ ഒരു ബ്ലോക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 17 സെക്കൻഡ് എടുത്താൽ മതി.
ഈ പറയുന്ന ബിറ്റ്കോയിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ ബിറ്റ്കോയിൻ എന്ന് പറയുമ്പോൾ 3ഓ 4ഓ ട്രാൻസാക്ഷൻ പെർ സെക്കൻഡ് മാത്രമേ ബിറ്റ്കോയിന് പ്രോസസ്സ് ചെയ്തിരുന്നുള്ളൂ. എതീരിയം വെച്ച് നോക്കുമ്പോൾ. എതീരിയം അറൗണ്ട് 17 ടിപിഎസ് ആണ് വരുന്നത്. അത് 17 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10 ആവാം, ചിലപ്പോൾ 17 ആവാം. അതിന്റെ ഇടയിൽ മാറി നിൽക്കും. അപ്പോൾ എതീരിയത്തിനേക്കാളും ബ്ലോക്ക് ചെയിൻ കുറച്ചുകൂടെ അഡാപ്റ്റ് ആയി. പിന്നെ വരുന്ന സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് എതീരിയം എന്ന് പറയുന്നതിന്റെ ട്രാൻസാക്ഷൻ ഫീസും കുറവായിരുന്നു. ഒരു ബ്ലോക്ക് ചെയിനിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കോയിന് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ വരും. അതായത് ആ ഒരു ട്രാൻസാക്ഷന് ഒരു ഫീ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫീയും കൂടെ എടുത്തിട്ടാണ് ആ ഒരു ബ്ലോക്ക് ചെയിൻ വന്നിട്ട് മൈൻ ചെയ്യുന്നവർക്ക് തിരിച്ച് റിവാർഡായിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീ വരുന്നുണ്ട്. ആ ഒരു ഫീ ബിറ്റ്കോയിനെ അപേക്ഷിച്ച് എതീരിയത്തിന് കുറവാണ്. കാരണം എന്ന് പറയുന്നത് ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറയുന്നത് അന്നും ഇന്നും അത്യാവശ്യം നല്ല വാല്യൂ തന്നെയാണ് ബിറ്റ്കോയിനുള്ളത്. എതീരിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ എതീരിയത്തിന് അവിടെയും വാല്യൂ കുറവായിരുന്നു. ബിറ്റ്കോയിനെ വെച്ചിട്ട്. പിന്നെ എതീരിയത്തിന്റെ അടുത്തൊരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് എതീരിയം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ആ ഒരു ബ്ലോക്ക് ചെയിനിൽ പുതിയ പുതിയ ആപ്പുകൾ ഇംപ്ലിമെന്റ് ചെയ്യാം. പുതിയ പുതിയ അവർക്ക് കോഡിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ടോക്കൺസ് ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എതീരിയത്തിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ആ ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്യാം. അത് ഇപ്പോഴാണ്. അതായത് 2024 23 ഇപ്പോഴാണ് ആ ഒരു ബ്ലോക്ക് ചെയിനിൽ അഡാപ്റ്റ് ആയത്. പക്ഷേ നേരത്തെ അങ്ങനെ അഡാപ്റ്റ് ആയിട്ടില്ലായിരുന്നു. സോ ഇതൊക്കെയാണ് എതീരിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ 5 ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ട്, ആപ്പ്, NFT, സ്റ്റേക്കിംഗ്, ERC20 ടോക്കൺ. സോ ഇതിനെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. അല്ലെങ്കിൽ എതീരിയത്തിന്റെ ഈ വീഡിയോ നല്ല ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആയ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, ട്വിറ്റർ എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ സലാം.